ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതം ചില പ്രകൃതി നിയമങ്ങൾക്ക് അനുസൃതമായാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അതിന് അനുസൃതമായ രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കും. നല്ല കർമ്മങ്ങൾക്ക് നല്ല ജീവിതാനുഭവങ്ങളും മോശം പ്രവൃത്തികൾക്ക് അവയ്ക്ക് അനുസൃതമായ ഫലങ്ങളും നമുക്ക് ലഭിക്കും. ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ നന്മ പ്രവൃത്തികൾക്കും ഓരോ സഹായങ്ങൾക്കും നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ പല വഴിയിലൂടെ തിരിച്ച് ലഭിക്കും. പക്ഷേ അവയൊന്നും ഉടൻ തന്നെ ആയിരിക്കില്ല പലപ്പോഴും ലഭിക്കുന്നത്. നാം ഒരു വൃക്ഷം നടുമ്പോൾ തന്നെ അതിൽ നിന്നും നമുക്ക് ഫലം ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടുള്ള പ്രപഞ്ചശക്തിയുടെ ഫലങ്ങൾക്കും അവയ്ക്ക് അനുസൃതമായ സമയം എടുക്കും. നമുക്ക് സഹായം ചെയ്യുവാൻ സാധിക്കുന്ന ഒരാളുടെ കഷ്ടത കാണാതെ മുഖം തിരിച്ച് നാം നടന്നാൽ അതിനുള്ള പ്രതിഫലവും നമുക്ക് ലഭിച്ചിരിക്കും. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ജീവിതാവസ്ഥകൾ അടക്കം എല്ലാം മാറ്റത്തിന് വിധേയമാണ്. കാരണം മാറ്റം എന്നുള്ളത് പ്രകൃതി നിയമമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലായ്പ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാം. നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് എത്ര പ്രതിഫലം ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് ഈ ഉപമ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ആപ്പിളിൽ എത്ര വിത്തുകളുണ്ടെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. എന്നാൽ ഒരു ആപ്പിളിൻ്റെ വിത്തുകളിൽ നിന്നും ചെടികൾ മുളച്ചു വന്ന് അവയിൽ നിന്നൊക്കെ എത്ര ആപ്പിൾ പഴങ്ങൾ ലഭിക്കുമെന്ന് നമുക്കൊരിക്കലും പറയുവാൻ സാധിക്കില്ല. നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും ഓരോ സഹായങ്ങളും നമ്മുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് ധാരാളം നല്ല ഫലങ്ങൾ തരുന്ന ഓരോ വിത്തുകളാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലായ്പ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സഹായകരമാകുന്ന ആശ്വാസകരമാകുന്ന നന്മ പ്രവൃത്തിയുടെ വിത്തുകൾ ഏറെ വിതയ്ക്കുവാൻ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം. താങ്ക്